ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഫോറൻസിക് പരിശോധനയിൽ നിർണായക കണ്ടെത്തൽ. കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്ത ചോദ്യപേപ്പറിന്റെയും യഥാർത്ഥ ചോദ്യപേപ്പറിന്റെയും സീരിയൽ നമ്പർ ഒന്ന് തന്നെ. അതിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ നിയോഗിച്ച സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഈ അന്വേഷണ പുരോഗതിയിൽ നിന്ന് പുറത്തുവരുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അച്യുതൻ, കേൾക്കാമോ? ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്? ായിട്ടുള്ള കണ്ടെത്തലുകളാണ് ബീഹാറിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ പല കേന്ദ്രങ്ങളിൽ, അതായത് ഈ അറസ്റ്റ് ചെയ്തവരുടെ വീടുകളിൽ നിന്നൊക്കെ ഒരു കത്തിക്കരിഞ്ഞ നിലയിൽ ചോദ്യപേപ്പറുകൾ കണ്ടെടുത്തിരുന്നു. ഇത് യഥാർത്ഥ ചോദ്യപേപ്പറുമായി താരതമ്യപ്പെടുത്താൻ എൻ ടി എയോട് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം യഥാർത്ഥ ചോദ്യപേപ്പർ തേടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്നലെയാണ് ആ ചോദ്യപേപ്പറുകൾ എൻ ടി എ കൈമാറിയത്. തുടർന്ന് നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് ഈ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്ത ചോദ്യപേപ്പറിൽ ഏതാണ്ട് 68 ചോദ്യങ്ങൾ അത് യഥാർത്ഥ ചോദ്യപേപ്പറിന് സമാനമെന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ സീരിയൽ നമ്പറുകളും ഒന്നാണ് എന്നുകൂടി കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊന്ന്, ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിൽ നടത്തിയ പല കേന്ദ്രങ്ങളിലുമായി ബന്ധപ്പെട്ട ഈ ചോദ്യപേപ്പർ കൊണ്ടുവന്ന ഇതിന്റെ കവറുകൾ എല്ലാം തന്നെ വീണ്ടും ഈ അന്വേഷണ സംഘം പരിശോധിക്കുകയുണ്ടായി. അതിൽ ചില കവറുകൾ പൊട്ടിച്ചത് ശരിയായ മാതൃകയിലല്ല. കാരണം പ്രത്യേകിച്ച് ഈ ചോദ്യപേപ്പറുകൾ കൊണ്ടുവരുന്ന കവറുകൾ അത് പൊട്ടിക്കുന്നതിന് ഒരു മാതൃകയുണ്ട്. പക്ഷേ ആ മാതൃക അല്ലെങ്കിൽ ആ രീതിയിലല്ല ഇവിടെ പൊട്ടിച്ചിരിക്കുന്നത് എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മറ്റൊന്ന്, ഈ ചോദ്യപേപ്പറുകൾ ഇ റിക്ഷ വഴി വരെ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചതായുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതായത് ലാഘവത്തോടെയാണ് ഈ പരീക്ഷകളെ കണ്ടത് എന്നുള്ള വസ്തുതകൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തുന്നുണ്ട്. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.